നമസ്കാരം. പറഞ്ഞോ, വാ കഴയ്ക്കുന്നതുവരെ പറഞ്ഞോളൂ. മോദിക്ക് ഒന്നും ഏൽക്കില്ല, അതാണ് യാഥാർത്ഥ്യം. പിന്നെ അത് പറഞ്ഞ് ഒരു സ്കൂൾ തെരഞ്ഞെടുപ്പ് പോലും ജയിക്കാമെന്ന് കരുതണ്ട. പിന്നെയല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പ്? അതാണ് മോദിയും BJP. ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ മുന്നണികളും പാർട്ടികളും കളം നിറയുകയാണ്. പ്രതിപക്ഷമായ BJP ഇത്തവണ ഭരണം പിടിക്കും എന്ന് ഉറപ്പായതോടെ ആകെ ചങ്കിടിച്ചിരിക്കുകയാണ് ഇരു മുന്നണികൾക്കും. BJPക്കെതിരെയും മോദിക്കെതിരെയും കള്ളക്കഥകൾ മെനഞ്ഞ് ജനങ്ങളെ എതിരാക്കുക എന്നതാണ് മുന്നണികളുടെ ലക്ഷ്യം. പക്ഷേ എന്തൊക്കെ കള്ളം പറഞ്ഞാലും BJPയെ ഒന്നും ചെയ്യാനാകില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞിട്ടും അത് അംഗീകരിക്കാനുള്ള മനസ്സില്ല എന്നതാണ് സത്യം. ഇപ്പോ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വൻ പ്രഖ്യാപനവുമായി കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിച്ചാൽ ഡൽഹിയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ അലവൻസായി നൽകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രഖ്യാപനം. പ്യാരി ദീദി യോജന എന്ന പേരിലാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കർണാടക ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ DK ശിവകുമാറാണ് പ്രഖ്യാപനം നടത്തിയത്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിലെത്തിയാൽ ഉടൻ പദ്ധതി നടപ്പാക്കുമെന്നും കർണാടകയിൽ ഇത് പ്രാവർത്തികമാക്കിയതാണെന്നുമാണ് ഇവരുടെ വാഗ്ദാനം. ബെഡായി ഇവിടം കൊണ്ടും തീരുന്നില്ല. സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ തീരുമാനം നടപ്പിലാക്കുമെന്നും പറയുന്നു. അതേസമയം കോൺഗ്രസിന്റെ ഉറപ്പുകളെ BJP പരിഹസിക്കുകയാണ്. അവ നടപ്പാക്കിയാൽ കർണാടക പാപ്പരാകുമെന്നും പറയുന്നു. ഡൽഹിയിലെ 70 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള 48 സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. അതേസമയം ഡൽഹിയിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഡൽഹി ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായും ഡിസംബർ 18-ന് AAP അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു. 2025-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം തുക 2100 രൂപയായി ഉയർത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. നിലവിലെ നിയമസഭയുടെ കാലാവധി ഫെബ്രുവരി 23-ന് അവസാനിക്കാനിരിക്കെ ഡൽഹിയിലെ 70 സീറ്റുകളിലേക്കുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഈ വർഷം ഫെബ്രുവരിയിൽ നടക്കും. ഡൽഹിയിലെ 3ാം തവണയും അധികാരം നിലനിർത്താനാണ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള AAP ശ്രമിക്കുന്നത്. 2015-ലും 2020-ലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പാർട്ടി വിജയിച്ചു. 2015-ൽ 67 സീറ്റും 2020-ൽ 63 സീറ്റും നേടി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുന്നതിന് പിന്നാലെ ജനുവരി പകുതിയോടെ, അതായത് തെരഞ്ഞെടുപ്പ് തീയതി തന്നെ ഇതിനകം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും ഫെബ്രുവരി 5-ന് തിരഞ്ഞെടുപ്പ് നടക്കും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.